ഇത് ചങ്ങനാശ്ശേരി എൻ്റെ അച്ഛൻ്റെ വീട്ടിൻ്റെ മുൻപിൽ തന്നെയുള്ള ജൂത് പള്ളി, അതിൻ്റെ പരിസരം, മിഷൻ ഹോസ്പിറ്റലപ്പുറം. ഞങ്ങളിങ്ങനെ പാടത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാൻ പോവാം. പാടത്ത് പട്ടികളൊക്കെ കാണുന്നുണ്ട്, കടിക്കുമോ എന്നൊന്നും അറിയില്ല. പാടത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഇതിലപ്പുറം പാടമാണ്, പോവുകയാണ്. ഇത് പള്ളിയുടെ സൈഡ് തന്നെയാണ്. പോവുകയാണ്. പട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏട്ടത്തിയമ്മ ഒരു വടിയൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ പണ്ട് വന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇവിടെ ഒരു ശ്മശാനമാണ്. SNDP അതിൻ്റെ ശ്മശാനം. അപ്പോൾ ഞങ്ങളിങ്ങനെ പാടത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു പാലം കാണുന്നുണ്ട്. മനോഹരമായ പാടക്കാഴ്ചകൾ ഇപ്പം കാണാവുന്നതാണ്. നമുക്കൊരു ജോലി, ഒരു കുളിർമ, ഇങ്ങനെ നടക്കുക. അച്ഛൻ്റെ വല്ലപ്പോഴും വരുന്നതാണ് അച്ഛൻ്റെ നാട്ടിൽ. അപ്പം ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ടില്ല, നഷ്ടമല്ലേ. ഒന്ന് വന്ന് ഒരു ഓട്ടപ്പാച്ചിലുമോ അതൊക്കെ കാര്യം കഴിഞ്ഞ് വീശി നമ്മളെ കണ്ട് വല്ല നടക്കുന്നുണ്ട്. മനോഹരമായ പാടം, വയലും. എൻ്റെ അച്ഛൻ്റെ വീട്ടിൻ്റെ ഇപ്പുറം തന്നെയുള്ള സ്ഥലമാണ്. ഇത്രയും മനോഹരമായ സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഇത് ആലപ്പുഴ സൈഡാണ് വരുന്നത്. ഇത് ചങ്ങനാശ്ശേരി എന്ന നമ്മുടെ ഗ്രാമം, എൻ്റെ അച്ഛൻ്റെ ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആ അമ്പരം ചുംബിച്ച് പറക്കുന്ന പക്ഷികളുടെ കിന്നാരം കേട്ടുണരുന്ന ഗ്രാമം. ആ കവിതയൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ വല്ലപ്പോഴും. ഈ ഗ്രാമത്തിൽ ജനിച്ച് വളരാത്തതാണ്. അതിൻ്റെ ഒരു നഷ്ടം ആയിട്ട് തോന്നുന്നത്. ഞങ്ങളുടെ ഈ ഗ്രാമത്തിലെ കുറച്ച് ബാല്യങ്ങൾ ഞങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല എന്നതാണ് വളരെയധികം ദുഃഖകരം. ഇനി അതാണ് സൂര്യൻ്റെ ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട്, 5 മണി. നമ്മുടെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. എന്തോ ഒരു മനോഹരമാണ് ഈ സ്ഥലം കാണാൻ. ഇങ്ങനെ നടന്നു പോകാൻ എന്തൊരു സുഖം. ഇവരൊക്കെ പറഞ്ഞു ഒരാഴ്ച, ഒരു മാസം ഇവിടെ നിന്ന് പോകാം. പക്ഷെ ഒരു ദിവസം പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മളൊക്കെ. ഇന്ന് രാത്രി തന്നെ ട്രെയിനിന് പിന്നെ റിസർവേഷൻ കിട്ടാത്തത് കാരണം ഇന്ന് രാത്രി ബസ് ബുക്ക് ചെയ്ത് പോവുകയാണ്. ബസ്സിന് പോകുന്നതല്ല, വല്ലാത്തൊരു ഇതാണ്. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി 8:20-നാണ് ബസ്. 7:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. 7 മണി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനാണ് തീരുമാനം. ഇതങ്ങത്തോളം ഞങ്ങളിപ്പോൾ ഈ പാടത്തിൻ്റെ അടുത്ത് ഒരറിയുന്നവരെ വീട്ടിലാണ് പോകുന്നത്. അച്ഛൻ്റെ അവിടെ തന്നെ 2-3 വീടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഈ പാടമൊക്കെ ഒന്ന് വെറുതെ പോകുന്ന 1 മണിക്കൂറെങ്കിലും ഒന്ന് ചുറ്റിക്കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ്. അപ്പം ഞാനും ഈ മനോഹര കാഴ്ച അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അതൊക്കെ
കണ്ടോ ഇതൊരു മനോഹര ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു നഷ്ടബോധം തോന്നിയ ഇതെല്ലാം ആസ്വദിക്കാണ്ട് പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അതിപ്പോൾ കുറേ മുൻപ് ഞാൻ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നടന്നു പോകാനൊരു സുഖം. ഞങ്ങൾ വല്ലപ്പോഴും ഓടി ചാടി പോകുന്നതുകൊണ്ട് പൂജ ഇന്ന് സർപ്പപൂജക്ക് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഓടാൻ നിന്നതാണ്. ഉച്ചക്ക് തന്നെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോകാനിരുന്നതാണ്. ട്രെയിന് ബസ് ഒന്നും ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ എന്തായാലും രാവിലെ ആവുമ്പോൾ അവിടെ എത്തുമല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തോടെ രാത്രി പോകാനുള്ള ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ബാക്കി നോക്കാം, തിരിച്ചു വരുമ്പോൾ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ.